എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് നേടേണ്ടത്? അതായത് 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ എത്ര മാർക്ക് വേണം, 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ എഴുത്തു പരീക്ഷയിൽ എത്ര മാർക്ക് നേടണം എന്നുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ തന്നെ A+ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾ നേടണം എന്നുള്ളതും മിനിമം ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, SSLC പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് മാർക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുവോ അതനുസരിച്ചിട്ട് ആണ് നിങ്ങളുടെ ഗ്രേഡ് ഉണ്ടാവുക. അതായത് SSLCയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എങ്കിലും അതിൻ്റെ ഗ്രേഡ് ആയിരിക്കും. അതായത് A+ ആണോ, A ആണോ, അല്ലെങ്കിൽ B+ ആണോ, B ആണോ, C+ ആണോ, C ആണോ, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഗ്രേഡ് മാത്രമാണ് അറിയാൻ സാധിക്കുക. കാരണം SSLC ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക അപേക്ഷ പരീക്ഷാ ഭവന് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ സ്കൂൾ വഴിയാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SSLC പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് മാർക്ക് വർദ്ധിപ്പിക്കാനുള്ള അവസരമില്ല. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ തോൽക്കുകയാണ് എങ്കിൽ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഗണിതശാസ്ത്രത്തിൽ ഫെയിൽഡ് ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു സേ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 3 വിഷയമാണ് സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവുക. വിവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള മരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ മരണം, എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, അതായത് ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ആ ഒരു വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 10 വിഷയം വരെ, അതായത് ഈ ഒരു SSLC പരീക്ഷയിലെ 9 വിഷയങ്ങളുടേതാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ITയുടേത് ആ ഒരു ലാബിലാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അത് പ്രാക്ടിക്കൽ പരീക്ഷയോടൊപ്പമാണ് ഈ ഒരു ITയുടെ തിയറി പാർട്ട് കൂടി നടത്തുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ ഒരു വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ കൺസൾട്ട് ചെയ്ത്, അതായത് കാണിച്ചിട്ടുള്ളത്, ആ ഒരു ഡോക്ടറുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്നിവ കാണിച്ചുകൊണ്ട് അത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പിന്നീട് സേ പരീക്ഷയിൽ അത് എഴുതിയെടുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ പരീക്ഷകളും എഴുതിയിട്ട് കൂടുതൽ മാർക്ക് നേടുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ജയിക്കാനായിട്ട് മിനിമം എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയാണെങ്കിൽ അതിൽ 10 മാർക്കാണ് CE ഉള്ളത്. അപ്പോൾ ടോട്ടൽ 50 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസിന് 80 മാർക്കാണ് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് വരുന്നത്. എന്നാൽ അതിൽ 20 മാർക്ക് CE വരുന്നത്. ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്, അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ്. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ്. അതായത് ഇപ്പോൾ 100 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ SSLC പരീക്ഷയിൽ പാസ്സാവുക. ഈ ഒരു 30 മാർക്ക് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു C ഗ്രേഡ് ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 30 മാർക്കെങ്കിൽ, അതായത് C ഗ്രേഡ് അല്ലെങ്കിൽ ഈ ഒരു D+ ഗ്രേഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 100-ൽ 30 മാർക്കാണ് CE ഉൾപ്പെടെ ജയിക്കാനായിട്ട് വേണ്ടത് എങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് എത്ര മാർക്ക് നേടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം CE മാർക്ക് കിട്ടുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കേണ്ട മാർക്ക് എത്രത്തോളം നേടണം എന്ന് പറയാനായിട്ട് സാധിക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, 40 മാർക്കിൻ്റെ വിഷയം എടുക്കാം, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം എടുക്കാം. ഇതിൽ ഒരു വിദ്യാർത്ഥി ഇതിനോടൊപ്പം 10 മാർക്കാണ് ഈ ഒരു 40ൻ്റെ ആ ഒരു മാർക്കിൽ ഈ ഒരു CE ആയിട്ട് വരുന്നത്. 80 മാർക്കിൻ്റേതാണെങ്കിൽ 20 മാർക്കാണ് CE വരുന്നത്. ഈ ഒരു 40ൻ്റേതിൽ CE ഉൾപ്പെടെ 50, അതുപോലെ തന്നെ 80 ആണെങ്കിൽ അതിൽ 100 ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 10 മാർക്ക് CE ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കാനായിട്ട് ആകെ വേണ്ടത്, അതായത് 40ൻ്റെ ഈ ഒരു 30% എന്ന് പറയുന്നത് 12 മാർക്കാണ്. എന്നാൽ ഇതിൽ CE ഉൾപ്പെടെ 50-ൽ നിങ്ങൾക്ക് ഈ ഒരു 30% വേണം എന്നാണ് പറയുന്നത്. 50ൻ്റെ 30% എന്ന് പറയുന്നത് 15 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടണമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 10 മാർക്ക് CE മാർക്കായിട്ടും കിട്ടണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 30% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 30 മാർക്കാണ്. 100-ൽ 30 മാർക്കാണ് 30% എന്ന് പറയുന്നത്. അപ്പോൾ 20 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി പാസ്സാവും.
എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ ഫുൾ CE മാർക്ക് കിട്ടണം എന്നില്ല. ചില വിദ്യാർത്ഥികൾക്കെങ്കിൽ മിനിമം ഒരു 19, അതായത് 20ൻ്റെ സിയിൽ 19 അല്ലെങ്കിൽ 18, 16, 15 ഈ ഒരു രീതിയിലൊക്കെ വിവിധ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ 10 മാർക്ക് സിയുടെ സ്ഥാനത്ത് ചില വിദ്യാർത്ഥികൾക്ക് ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് എന്നിങ്ങനെയൊക്കെ ചില സമയത്ത് മാറ്റം ഉണ്ടാവും. സാധാരണഗതിയിൽ എല്ലാ ടീച്ചേഴ്സും ഫുൾ CE കൊടുക്കാറുണ്ട്. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ അവർക്ക് 1-2 മാർക്ക് കുറക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ജസ്റ്റ് ഈ ഒരു രീതിയിൽ നോക്കാം. അതായത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ CE കിട്ടുകയാണെങ്കിൽ 40 മാർക്കിൻ്റെ വിഷയത്തിൽ ആ ഒരു വിദ്യാർത്ഥി 5 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങണം. അതുപോലെ ഈ ഒരു 50 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 20 മാർക്ക് CE വരുന്നുണ്ട്. അപ്പോൾ 20 മാർക്ക് ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥി 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി SSLC പരീക്ഷ പാസ്സാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ CE കിട്ടുന്നില്ല, അതായത് ഇപ്പോൾ നമുക്ക് മിനിമം ഒരു വിദ്യാർത്ഥിക്ക് 6 മാർക്കെങ്കിലും മിനിമം CE മാർക്ക് ടീച്ചേഴ്സ് നൽകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഉദാഹരണം നോക്കാം. അപ്പോൾ ഈ രീതിയിൽ 6 മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ആ ഒരു വിദ്യാർത്ഥി SSLCയിലെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 15ൽ നിന്നും 6 കുറച്ചാൽ എത്ര മാർക്കാണ്, അതാണ് ആ ഒരു വിദ്യാർത്ഥി മിനിമം നേടേണ്ടത്. അപ്പോൾ 9 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടൽ 15 മാർക്ക് കിട്ടി ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. അതായത് 6 മാർക്ക് CEയും 9 മാർക്ക് എഴുതിയിട്ട് വാങ്ങിച്ച മാർക്കും. ഇനി ഒരു വിദ്യാർത്ഥിക്ക് സാധാരണഗതിയിൽ ചില വിദ്യാർത്ഥികൾ നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 12 മാർക്കൊക്കെ CE കൊടുക്കും. ചില വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടില്ല എങ്കിലും ക്ലാസ്സിലെ നല്ല ആ ഒരു സ്വഭാവമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഏകദേശം ഒരു 15 അല്ലെങ്കിൽ ഒരു 18 ചില വിദ്യാർത്ഥികൾക്ക് ടീച്ചേഴ്സ് 20 മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 12 മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് CE ഇനത്തിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇങ്ങനെ 12 മാർക്ക് മാത്രമേ ആ ഒരു വിദ്യാർത്ഥിക്ക് CE കിട്ടുന്നുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 18 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ 80ൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മാത്രമാണ് 30 മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം CE മാർക്ക് ടീച്ചേഴ്സ് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ മാർക്ക് എഴുതിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 5 അല്ലെങ്കിൽ 10 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാസിനുള്ള മാർക്ക് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം ജസ്റ്റ് ഒരു 5 or 10 മാർക്ക് നേടുക എന്നുള്ളതല്ല. അതിലുപരി നിങ്ങൾക്കൊരു മിനിമം ഒരു B+ അല്ലെങ്കിൽ Aയോ അല്ലെങ്കിൽ A+ ഒക്കെ നേടുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. കാരണം പല വിദ്യാർത്ഥികളും പിന്നീട് അതായത് SSLC ഒക്കെ കഴിഞ്ഞ ശേഷം ആ ഒരു മാർക്ക് കൂട്ടാൻ സാധ്യതയുണ്ടോ, അങ്ങനെയെങ്കിൽ എനിക്ക് ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടും അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നോ അതായിരിക്കും നിങ്ങളുടെ മാർക്ക്. പിന്നീട് അത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു ആൻസർ ഷീറ്റ് പ്രത്യേകിച്ച് വെരിഫൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അഥവാ ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം അതിന് വിട്ടേക്കുക. പിന്നീട് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് പരീക്ഷ ഏതാണോ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഓൾറെഡി നിങ്ങളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം പിന്നീട് അതിന് മാർക്ക് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയിട്ടുള്ള ഉത്തരം എഴുതി വീണ്ടും ആഡ് ആക്കുന്നതിനൊന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് നിങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഇനി നമുക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം. ഇത് 100 മാർക്കിൻ്റെ വിഷയത്തിലാണ് ഈ ഒരു രീതിയിൽ മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A+ ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇത് 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 45 മുതൽ 50 വരെ മാർക്ക് നിങ്ങൾ നേടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു A+ കിട്ടുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു A ഗ്രേഡാണ്. A ഗ്രേഡ് നിങ്ങൾക്ക് 80 മാർക്കിൻ്റേത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു 100ൻ്റേത് നോക്കാം, അതിനുശേഷം 40 മാർക്കിലേത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടണമെങ്കിൽ 80 മുതൽ 89 വരെ മാർക്കും, അതുപോലെ B+ കിട്ടണമെങ്കിൽ 70 മുതൽ 79 വരെ മാർക്കും, B ഗ്രേഡ് കിട്ടണമെങ്കിൽ 60 മുതൽ 69 വരെ മാർക്കും, C+ കിട്ടണമെങ്കിൽ 50 മുതൽ 59 വരെ മാർക്കും, C ഗ്രേഡ് കിട്ടണമെങ്കിൽ 40 മുതൽ 49 വരെ മാർക്കും, D+ കിട്ടണം എന്നുണ്ടെങ്കിൽ 30 മുതൽ 39 വരെ മാർക്കുമാണ് വാങ്ങിക്കേണ്ടത്. ഇതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽഡ് ആവും. പിന്നീട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പോലെ അതായത് ഒരു എക്സാമാണ്, അതായത് ഈ ഒരു SSLC സേ എക്സാമാണ് ഉണ്ടാവുക. ഈ ഒരു D ഗ്രേഡ് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു SSLC സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 45 മുതൽ അതായത് 45 മുതലല്ല 46 മുതൽ 50 വരെയാണ്
അതുപോലെ തന്നെ എ ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 40 മുതൽ അതായത് 45 മുതൽ 50 വരെയാണ് A+ കിട്ടുക. അതുപോലെ തന്നെ 40 മുതൽ 39 മുതൽ ഈ ഒരു 44 വരെയാണ്. ഈ ഒരു രീതിയിൽ ഓരോ 5 കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഗ്രേഡ് ചേഞ്ച് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അതനുസരിച്ച് കൂടുതൽ മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.